നമസ്കാരം. അടുത്ത് പൂരോരുട്ടാതിയാണ്. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം തുടക്കത്തിൽ അത്ര നല്ല കാലമൊന്നുമല്ല. എന്തായാലും മാർച്ച് കാലഘട്ടം വരെ നിലവിലെ സ്ഥിതി അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഒരു വ്യത്യാസമൊന്നും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആശയക്കുഴപ്പങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സ്തംഭിച്ച് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു കാര്യം എന്തായാലും നടക്കില്ല. അതുകൊണ്ട് വല്ല ബിസിനസ്സൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ തുടങ്ങാണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നിലവിലെ ജോലി മാറാണ്ടിരിക്കുക നല്ലത്. ചെറിയ ജോലിയാണെങ്കിലും ചെറിയ ശമ്പളമാണെങ്കിലും അവഗണന ഉണ്ടെങ്കിലും ഒരുപാട് താഴ്ന്നു കൊടുക്കണ്ട, എന്നാലും ജോലി കളയാണ്ടിരിക്കുക. കാരണം ഈ ആദ്യത്തെ 3 മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടാൻ വളരെ സാധ്യത കുറവുള്ളതാണ്. മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ശനി ദശ ജന്മരാശിയിൽ നിന്ന് മാറുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കുറച്ച് മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ആ സമയത്ത് 2025 ശനി കൂടുതലും പൂരോരുട്ടാതി മാസത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാലും നല്ല പ്രയത്നിച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലത് അതിൽ കാണാൻ കഴിഞ്ഞൊന്നും വരില്ല. നിങ്ങൾ കൂടുതൽ താഴാൻ സാധ്യത കൂടുതൽ. മെയ് പകുതിയിലെ വ്യാഴമാറ്റം പിന്നെ സൽഫലങ്ങൾക്ക് മാത്രമേ കാരണമാകുള്ളൂ. പക്ഷേ ഒരു താഴ്ചയും മെയ്ക്ക് ശേഷം ഒരു ഉയർച്ച വന്ന അതൊരു ആഗസ്റ്റ് ആകുമ്പോഴേക്ക് എന്തായാലും ഒരു താഴ്ചയിലേക്ക് എന്തായാലും പോവുകയുള്ളൂ. അതുപോലെ മക്കളുടെ ജോലി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ നടക്കും. അതുകൊണ്ട് രാഹുവും പൂരോരുട്ടാതിയിലെ ജന്മനക്ഷത്രത്തിൽ നിൽക്കണത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ആരോഗ്യത്തിന് നല്ല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കുക എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ മാസഫലം പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത്. അതുപോലെ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി. പിന്നെ കൂടുതൽ ഡീറ്റെയിലിംഗ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്.